Curriculum Learning. It's me, Mufida. മക്കളെ നമ്മുടെ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ ആണ്. നമുക്കറിയാം ഓണം എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര കൂൾ ആയിട്ട് നിങ്ങൾ ഇരിക്കുകയാണല്ലോ. അതിനെ കൂടെ നിങ്ങൾ ഒരാളെ കൂടെ എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ. നമ്മുടെ ആൻസർ ഷീറ്റ് ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നമ്മുടെ ലൈവുകളൊക്കെ അടിപൊളിയായിട്ട് ഫുൾ ആയിട്ട് വാച്ച് ചെയ്ത ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും എല്ലാ സബ്ജക്ട്സിലും നല്ല മാർക്ക് തന്നെ ഉണ്ടാകും. അത് ഉറപ്പാണ്. ഇനി അത് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവുന്നത് വേണ്ട. പക്ഷേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്തൊക്കെയാണ് ഫിസിക്സിൽ നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. മക്കളെ, ഈ വർഷം നമുക്ക് 8 ചാപ്റ്റേഴ്സ് ആണ് ഫിസിക്സിൽ പഠിക്കാനുള്ളത്. നോക്കിയോ, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ അപവർത്തനം, ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങൾ. ഈ രണ്ടെണ്ണം നമ്മൾ എന്ത് ചെയ്തു, 4 മാസം കൊണ്ട് പഠിച്ചെടുത്തു അല്ലേ. വെറും 2 ചാപ്റ്റേഴ്സ് 4 മാസങ്ങൾ കൊണ്ടാണ് പഠിച്ചെടുത്തത്. അതിന്റെ എക്സാമും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇനി നമുക്ക് എന്തൊക്കെ പഠിക്കാനുള്ളത് നോക്കിയോളൂ. ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ അല്ലെ. ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് എക്സാമിന് ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പം അവിടെ നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അടുത്ത എക്സാം അല്ലെ, ക്രിസ്മസ് എക്സാമിന് നമുക്ക് ഇത് കംപ്ലീറ്റ് ഉണ്ടാകും. അതുപോലെ ഗ്രാവിറ്റേഷനും കംപ്ലീറ്റ് പഠിക്കണം. ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ്, ദ്രവബലം. കഴിഞ്ഞ വർഷം ഈ ചാപ്റ്റർ നമ്മുടെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതെന്തിട്ടുണ്ട്, കുറച്ച് നടുവിലേക്ക് ഇട്ടിട്ടുണ്ട് അല്ലേ. അപ്പം ഈ ചാപ്റ്റർ ഒക്കെ എന്തുണ്ടാകും, ക്രിസ്മസ് എക്സാമിന് വരും. ഇത് മാത്രം പഠിച്ചാൽ മതി, ക്രിസ്മസ് എക്സാമിന് പോരാ. ഇതിൽ നിന്നൊക്കെ 1-2 ക്വസ്റ്റ്യൻസ് അവിടെയും വരും അല്ലേ. അപ്പം മൊത്തത്തിൽ അല്ലേ, ആകെ മൊത്തം ടോട്ടൽ എന്താണ്, ഫുൾ ഓഫ് കുറേ പഠിക്കാനുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. നോക്കിയോ, വർക്ക് ആൻഡ് എനർജി. പിന്നെ എന്തൊക്കെ നമുക്ക് അറിയേണ്ടത്, കറണ്ട്, ഇലക്ട്രിസിറ്റി, ധാരാവൈദ്യുതി എന്ന് പറയുന്ന വളരെ സുന്ദരമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ കേട്ടോ. അടുത്തത് സൗണ്ട്. ഇത് നിങ്ങൾ പാടുപെടും. ഓക്കെ, വളരെ അതായത് നമ്മൾ തരംഗങ്ങൾ എന്ന് പറയും, വേവ്സ് ഒക്കെ ആയിട്ടാണ് നമ്മൾ സൗണ്ടിനെ പഠിക്കുന്നത്. അപ്പം ഓൾറെഡി നമുക്കറിയാം ഈ 9ാം ക്ലാസ് എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടി സിലബസ് ആണ് അല്ലേ. അതുകൂടെ സിലബസ് ചേഞ്ചും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടെ കട്ടിയായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നല്ല മാർക്കും വളരെ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റാവുന്ന ഒരു സബ്ജക്റ്റ് ഓൾറെഡി ഫിസിക്സ് ആണ്. അതിൻ്റെ കൂടെ തന്നെ സിലബസും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി ഉള്ളിലോട്ട് ഇറങ്ങി പഠിക്കുകയാണെങ്കിൽ ഇത്ര അധികം സുന്ദരമായിട്ടുള്ളൊരു സബ്ജക്റ്റ് വേറെ ഇല്ല. ഓക്കെ, ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ ചാപ്റ്ററിലോട്ട് പോകുന്ന സമയത്ത് ഇത് രണ്ടും നിങ്ങൾ ഓൾറെഡി പഠിച്ചു, ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലേ. ഓക്കെ, ലോസ് ഓഫ് മോഷനിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ന്യൂട്ടൺ നമ്മൾ കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ട് അല്ലേ. ഫിസിക്സ് പഠിക്കുന്ന ഒരാൾ ന്യൂട്ടനെ കുറിച്ച് എന്തായാലും അറിഞ്ഞിരിക്കും. നമ്മുടെ ഫാദർ എന്നൊക്കെ പറഞ്ഞു, അതാണ് നമ്മളെ വല്യാപ്പയാണ് ആര്, ന്യൂട്ടൺ എന്ന് പറഞ്ഞത്. അപ്പോൾ വല്യാപ്പാൻ്റെ കാര്യങ്ങൾ പഠിക്കുന്ന ചാപ്റ്ററാണ് ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ഗ്രാവിറ്റേഷൻ. ഒരു അടിപൊളി മുതൽ ചാപ്റ്ററാണ് മക്കളെ. നല്ല രസമാണ്, ഭയങ്കര വൈബാക്കി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നമ്മുടെ ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ചാപ്റ്റർ. നെക്സ്റ്റ് ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് അല്ലെ. ഫ്ലൂയിഡ്സിൽ ഉണ്ടാകുന്ന ഫോഴ്സസിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അതും കുറച്ചുകൂടെ എക്സ്പെരിമെൻ്റൽ അതായത് നമ്മൾ ഡെയിലി ലൈഫുമായിട്ടൊക്കെ ബന്ധമുള്ളത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അടുത്തത് വർക്ക് ആൻഡ് എനർജി. താരതമ്യേന കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, ഈസിയാണ് പഠിക്കാൻ കേട്ടോ. പക്ഷെ കുറേ ക്വസ്റ്റ്യൻസ് വരും, അത് വേറൊരു സംഭവം. അത് പല രീതിയിൽ നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ എക്സാമിൻ്റെ പേപ്പർ കിട്ടുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് അത് എഴുതാനും പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വേറൊരു ടെൻഷൻ ഇല്ല. നെക്സ്റ്റ് കറണ്ട്, ഇലക്ട്രിസിറ്റി, ധാരാവൈദ്യുതി എന്ന് പറഞ്ഞ ചാപ്റ്റർ മക്കളെ. നമ്മളെ കറണ്ടിനെ കുറിച്ച് അല്ലേ, ഇലക്ട്രിസിറ്റിനെ കുറിച്ചിട്ട് ഒരുപാട് ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കും. ഇലക്ട്രിസിറ്റിനെ സ്വാധീനിക്കുന്ന കുറേ ഘടകങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കും. അങ്ങനെ അതും. ഓക്കെ, അടുത്തതാണ് സൗണ്ട്, ശബ്ദം. നമ്മളെ സൗണ്ട് അല്ലെ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൗണ്ടുകളുണ്ട്. ആ സൗണ്ടിനെ നമ്മളൊരു വേവ്, തരംഗമായിട്ട് പഠിക്കും. ഓക്കെ, അതുപോലെ തന്നെ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ ഇപ്പൊ തന്നെ അല്ലെ വലിയ ബിസിനസ് മാൻമാരൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ടാകും. അവരൊക്കെ ഭാവിയിൽ എന്താകും, വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കും അല്ലേ. ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതടക്കം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. അടിപൊളിയാണ് നമ്മളെ ഫിസിക്സ്, വളരെ സൂപ്പറാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് ഇല്ലെങ്കിൽ ഫുൾ മാർക്ക് എന്ന ലക്ഷ്യം പക്ഷെ ഭയങ്കര നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഈസിയാണ് മാർക്ക് സ്കോർ ചെയ്യാൻ. അല്ലാതെ ഒരു ആവറേജ് ലെവൽ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ ഓരെ പറയുകയാണെങ്കിൽ ഒരു പ്രത്യേകിച്ചുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ
ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യമില്ല. കാരണം നമ്മുടെ സൈലം നിങ്ങൾക്ക് 3.0 അല്ലെ 3.0 ബാച്ച് ചെയ്തിട്ടുണ്ട്, പ്രസന്റ് ചെയ്തിട്ടുണ്ട് മക്കളെ. നോക്കിയോ, പുതിയ ബാച്ചാണ് നിഞ്ച ക്ലാസ് 9. അടിപൊളിയാണ് മക്കളെ. നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് അല്ലെ ഓണ എക്സാം കഴിഞ്ഞു പോട്ടെ, അത് അവിടെ ഇട്ടാളാ. ഇനി വരാൻ പോകുന്നതാണ് നമ്മുടെ ക്രിസ്മസ് എക്സാം, നമ്മുടെ ആനുവൽ എക്സാം ഒക്കെ അറിയാലോ. കഴിഞ്ഞ വർഷം വരെ എന്തായിരുന്നു, ജയിപ്പിച്ച് ഇങ്ങനെ വിടായിരുന്നു അല്ലേ. ഇനി അങ്ങനെയെല്ലാം നിങ്ങൾക്ക് അറിയാലോ. അപ്പം നല്ല മാർക്ക് ഉണ്ടെങ്കിലാണ് അല്ലേ അടുത്ത ക്ലാസ്സിലോട്ടൊക്കെ വരാൻ പറ്റുള്ളൂ. അപ്പം ആ എക്സാംസിനൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു മക്കളെ, നിങ്ങൾ വേണമെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ. ഓൾറെഡി ഒരു കാര്യം കൂടെ പറയാണ്, നമ്മൾ യൂട്യൂബിലെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് തരും. അതൊന്നും ഒന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ യൂട്യൂബിലെ ക്ലാസ്സിനേക്കാൾ അടിപൊളിയായിട്ട് വളരെ എക്സ്പ്ലെയിൻഡ് ആയിട്ട് അല്ലെ യൂട്യൂബിലെ ക്ലാസ്സസ് നിങ്ങൾക്ക് അറിയാം. നമ്മൾ ഒരു ചാപ്റ്റർ അല്ലെ 2 പാട്ടുകളെ കൊണ്ടൊക്കെ തീർക്കല്ലേ, 2 മണിക്കൂർ കൊണ്ടൊക്കെയാണ് ഒരു പാഠം നമ്മൾ തീർക്കാറ്. പക്ഷെ നമ്മൾ ആപ്പിലോട്ട് വരുന്ന സമയത്ത് 6, 7, 8, 9, 10 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ഓരോ ചാപ്റ്ററും തീർക്കുന്നത്. കാരണം എന്താ, ഓരോ ചാപ്റ്ററിൻ്റെയും ഉള്ളിലോട്ട് ഇറങ്ങിയിട്ടാണ് നമ്മൾ ആ ചാപ്റ്റർ പഠിക്കാറ്. അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മളെ നിഞ്ച ബാച്ചിലെ മക്കൾക്ക് എഴുതാൻ പറ്റും. ഇതാണ്. അപ്പോൾ മക്കളെ നിങ്ങളോട് പറയാണ്, പ്രത്യേകിച്ചൊരു ഗൈഡൻസ് നമുക്ക് 9th ആവശ്യമാണ്. കാരണം നമ്മൾ ചാപ്റ്റേഴ്സ് ഒക്കെ ഓൾറെഡി കണ്ടു. മറ്റുള്ള സബ്ജക്റ്റുകളെ പോലെയല്ല, ഫിസിക്സ് അത്യാവശ്യം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒരു കാര്യം കൂടെ പറയാം, 9th ഫിസിക്സ് ആണ് കുറച്ച് ടഫായിട്ടുള്ളത്, 10th കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ ഫൗണ്ടേഷൻസ് വളരെ സ്ട്രോങ് അല്ലെ, ബേസിക്സ് വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ 10th സിലബസ് ഒക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മക്കളെ നന്നായിട്ട് പഠിക്കുക. ക്രിസ്മസ് എക്സാമിന് അടിപൊളി മാർക്ക് നമുക്ക് വാങ്ങേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആപ്പിലൂടെ കാണാം കേട്ടോ. അപ്പം ജോയിൻ നിഞ്ച.